അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് തമിഴ് നടി നർവിനി ദേവി ഓഡീഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നാണ് നടിയുടെ ആരോപണം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും നടി പറയുന്നു. തമിഴ് യൂട്യൂബ് ചാനലായ ട്രെൻഡ് ടോക്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ. ഇതിനു മുമ്പും നടനെതിരെ നർവിനി തുറന്നു പറഞ്ഞിരുന്നു. താനാകും ഒരുപക്ഷെ അജ്മൽ അമീറിനെതിരെ ആദ്യം രംഗത്ത് വന്നത് എന്നാണ് നടി പറയുന്നത്. മുമ്പ് തന്റെ സുഹൃത്തിന് നൽകിയ ഇൻസ്റ്റഗ്രാം ഇന്റർവ്യൂവിലാണ് താൻ അജ്മൽ അമീറിനെതിരെ രംഗത്ത് എത്തിയതെന്നും നടി പറയുന്നു. 2018 ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിലാണ് ചെന്നൈയിലെ മാളിൽ വെച്ച് അജ്മൽ അമീറിനെ താൻ ആദ്യമായി കണ്ടത്. തനിക്ക് മുമ്പ് നടനെ പരിചയമില്ലായിരുന്നുവെന്നും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് പരിചയപ്പെടുത്തി തന്നത് എന്നാണ് നടി പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ അജ്മൽ തന്റെ അടുത്തേക്ക് വന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ, തന്റെ അടുത്ത ചിത്രത്തിലേക്ക് ഒരു നായികയെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് തങ്ങൾ നമ്പർ ഷെയർ ചെയ്തെന്നും പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്തുവെന്നും നടി പറഞ്ഞു. പിന്നീട് ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അജ്മൽ തന്നെ വിളിച്ചു. എന്നാൽ തനിക്ക് അടുത്ത ദിവസം ഡെൻമാർക്കിലേക്ക് പോകുന്നതിനാൽ വരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതോടെ അപ്പോൾ തന്നെ വരാൻ പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ഓഡീഷനും തീരുമാനവും ഒക്കെ എങ്ങനെ നടക്കുമെന്ന് ഞാൻ അജ്മലിനോട് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, ഇവിടം വരെ വന്നിട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. സിനിമ തുടങ്ങാൻ സമയമെടുക്കുമെന്നും പറഞ്ഞു. ഇതോടെ തന്നെ ഓഡീഷന് പോകാമെന്ന് തീരുമാനിച്ചുവെന്നും പൊതുവെ തനിക്കൊപ്പം സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടാകാറുണ്ട്, എന്നാൽ അന്നേ ദിവസം താൻ തനിച്ചായിരുന്നു. അജ്മൽ അയച്ചു തന്ന ലൊക്കേഷൻ താൻ ഗൂഗിൾ ചെയ്ത് നോക്കിയെന്നും ഇതത്ര പ്രസിദ്ധമായ ഹോട്ടലൊന്നും അല്ലല്ലോ എന്ന് താൻ ചോദിച്ചു എന്നുമാണ് നടി പറയുന്നത്. അല്ലെന്ന് അജ്മലും പറഞ്ഞു. ആ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ തനിക്ക് പന്തികേട് തോന്നിയിരുന്നു എന്നാണ് നടി പറയുന്നത്. താൻ ചെന്നപ്പോൾ അജ്മൽ വാതിൽ തുറന്ന് ടീമംഗങ്ങളെ തിരക്കിയപ്പോൾ അവർ ഇപ്പോൾ പുറത്തേക്ക് പോയെന്നാണ് നടൻ പറഞ്ഞത്. എന്തോ പന്തികേട് തോന്നി. 20 മിനിറ്റിൽ താൻ മെസ്സേജ് അയച്ചില്ലെങ്കിൽ തന്നെ വിളിക്കാൻ സുഹൃത്തിന് മെസ്സേജ് അയച്ചിട്ടു. ഇതിനിടയിൽ നടൻ തന്റെ അടുത്ത് വന്നിരുന്നു. ഈ സമയം കൈ കഴുകണമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ചു. പുറത്തിറങ്ങിയപ്പോൾ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. തനിക്ക് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായെന്നും താൻ ഇതിനല്ല വന്നതെന്നും പറഞ്ഞു.